കോഴിക്കോട് താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് കൊലപാതക കേസ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നവരുടെയും ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്താനും തെളിവുകൾ ശേഖരിക്കാനുമാണ് തീരുമാനം. ഇതുവരെ ശേഖരിച്ച തെളിവുകൾ താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിർണായകമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നത് പോലീസ് പറഞ്ഞതുകൊണ്ട് മാത്രം ആ പാർക്കിംഗ് ലോട്ടിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ടാവും പോലീസ്. ആ രീതിയിൽ ഇന്ന് കൂടുതൽ പേരുടെ മൊഴിയെടുക്കുകയാണ്. സ്മിത, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ ഷഹബാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവ സ്ഥലത്ത് കുറേയധികം ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മൊഴി ഇന്നു മുതലുള്ള ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ പോവുകയാണ്. അത് മാത്രമല്ല, കൂടുതൽ CCTV ദൃശ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളെല്ലാം ശേഖരിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് അന്വേഷണ സംഘം. ഇന്നു മുതൽ അതിലേക്ക് കടക്കുമെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകൾ ഉൾപ്പെടെ ഇതിനോടകം താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്ട് 62 പേരടങ്ങുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയതെന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോണുകൾ, 4 മൊബൈൽ ഫോണുകൾ, ഒരു ലാപ്ടോപ്പ്, അതോടൊപ്പം നഞ്ചക്ക് ഉൾപ്പെടെ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ, ഈ സാധനങ്ങളെല്ലാം തന്നെ ഇതിനോടകം താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയോടെ ആയിരിക്കും ഇനി അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയക്കാൻ പോകുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതികളായ വിദ്യാർത്ഥികളുടെ 2ാം SSLC പരീക്ഷയാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിൽ പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്താണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത്. രാവിലെ 8 മണിക്ക് KSU ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനായിരിക്കും ഇന്നും വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന്റെ മുൻഭാഗം സാക്ഷിയാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം MSFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോഴും KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും പ്രധാനപ്പെട്ട ആവശ്യം ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ്. ആ ആവശ്യത്തിന് എന്തായാലും നിലവിൽ ഒരു പരിഗണന നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത, പ്രതിഷേധം അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ കുടുംബം ഇപ്പോഴും സർക്കാരിലും പോലീസിലും പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിൻ, സ്മിത.